ഒട്ടും ആനന്ദം ലഭിക്കാത്ത ഒരു പടമായിരുന്നു ആനന്ദ് ശ്രീബാല. ഡയറക്റ്റഡ് ബൈ വിഷ്ണു വിനയ്, ഡയറക്ടർ വിനയൻ്റെ മകനാണ്, പുള്ളിയുടെ ഡെബ്യൂ ആണ്. റിട്ടൺ ബൈ അഭിലാഷ് പിള്ളൈ, ടൈറ്റിൽ ക്യാരക്ടറായിട്ട് അർജുൻ അശോകനാണ് അഭിനയിക്കുന്നത്. പടത്തെപ്പറ്റി പറയുന്നതിന് മുമ്പ് തിയേറ്ററിൽ കയറിയിട്ട് നമ്മുടെ ടൈറ്റിൽ ബ്ലോക്ക് എടുക്കാതിരിക്കുന്ന ചേട്ടന്മാരോടും ചേച്ചിമാരോടുമാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇതിൻ്റെ അവസാനമാട്ടോ ടൈറ്റിൽ കാർഡ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ പടം തീരുമ്പോഴാണ് ടൈറ്റിൽ കാർഡ് കാണിക്കുന്നത്. അതുകൊണ്ട് ആദ്യം തൊട്ടേ പൊക്കി പിടിച്ചോണ്ടിരിക്കണ്ട. എൻ്റെ ഇപ്പുറത്തും രണ്ട് ചേട്ടന്മാർ ആദ്യം തൊട്ടേ ഇപ്പം ടൈറ്റിൽ കാർഡ് വരും എന്ന് പറഞ്ഞ് ഇൻ്റർവെല്ലിൽ വരെയും പിടിച്ചോണ്ടിരിപ്പുണ്ടായിരുന്നു. അവർ ഓരോ വട്ടം പൊക്കുമ്പോഴും കാണിക്കത്തില്ല. അപ്പോൾ ഞാൻ ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സൈഡിൽ ഇരുന്ന ചേട്ടൻ പിന്നെ പോയി ഇൻ്റർവെല്ലിന് ശേഷം മുമ്പിൽ പോയി ഇരിപ്പുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം അത് ചെയ്യാതിരിക്കുക കേട്ടോ. ഭയങ്കര അരോചകമാണ്. നമുക്ക് അടുത്തിരിക്കുന്നവർക്ക് ആ ലൈറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉണ്ടാ ചോറിന് ഒരല്പം നന്ദി കാണിച്ചു പോയി. ഇനി പടത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ജോണർ എന്ന് പറയുന്ന ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ജോണറാണ്. ഒരു ഈഗോ ക്ലാഷ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓഫീസേഴ്സും പോലീസ് ഓഫീസറും അതേപോലെ തന്നെ സെയിം കേസ് അന്വേഷിക്കുന്ന വേറൊരു സാധാരണക്കാരൻ എന്ന് പറയാവുന്ന ഒരാളുമായിട്ട് തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷും ഒക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഭയങ്കര വീക്കാണ്. എനിക്കിത് ചോദിക്കാനുള്ളത് എൻ്റെ ഡയറക്ടറോടും സ്ക്രിപ്റ്റ് റൈറ്ററോടും തന്നെയാണ്. നിങ്ങൾ എന്ത് ഹോംവർക്കാണ് ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ ചെയ്തിരിക്കുന്നത്? ഒന്നും ചെയ്തിട്ടില്ല. വളരെ ലേസി റൈറ്റിംഗ് ആണ്. ഇതെന്ന് പറയുന്നത് നിങ്ങളൊരു 4-5 സിനിമ ഇരുന്ന് കണ്ടിട്ട് എഴുതിയ സ്ക്രിപ്റ്റാണ്. ഒരു റിയൽ ആയിട്ടുള്ള ഒരു കേസ് ഡയറി പോലും അല്ലെങ്കിൽ ഒരു കേസ് വന്നുള്ള പ്രൊസീജിയേഴ്സ് പോലും നിങ്ങൾ ഫോളോ ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഇതിലെ അർജുൻ അശോകൻ്റെ ക്യാരക്ടർ SI ടെസ്റ്റ് എഴുതി നിൽക്കുന്ന ഒരാളാണ്. അത് 2023 SI ടെസ്റ്റ് എഴുതിയിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ അതിൽ തന്നെ പറയുന്നത് SI ടെസ്റ്റ് റിട്ടേൺ പാസ്സായി, അപ്പോൾ അടുത്ത ഇനി ഫിസിക്കലും മെഡിക്കലും നീ ക്ലിയർ ആവുമെന്നാണ് ഇപ്പോഴത്തെ പ്രൊസീജിയർ. കാരണം ഞാൻ ഉൾപ്പെട്ട ഒരു ലിസ്റ്റാണിത്. അപ്പം എനിക്കത് അറിയാം. ഇതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ പ്രിലിംസ്, മെയിൻസ്, റിട്ടേൺ എക്സാം, അതിനുശേഷം ഫിസിക്കൽ, പിന്നെ ഇൻ്റർവ്യൂ ആണ്, മെഡിക്കലല്ല. അപ്പോൾ അതുപോലും ബേസിക് ആയിട്ടുള്ള അതുപോലും നിങ്ങൾ നോക്കിയിട്ടില്ല. ഇനി അത് പോട്ടെ, നിങ്ങൾ ചിലപ്പം ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അത് വേണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷേ അത് ഇൻ്റർവ്യൂവിലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാവുന്ന ഒരു കോൺഫ്ലിക്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞാൽ അപ്പോൾ നിങ്ങളത് സ്റ്റഡി ചെയ്തിട്ടില്ല. ഇനി കേസിലേക്ക് വന്നാൽ, ഈ ഒരു കേസ് ഒരു 2-3 ദിവസത്തിൽ ആർക്ക് വേണമെങ്കിലും സോൾവ് ചെയ്യാവുന്ന ഒരു കേസായിരുന്നു. ഓക്കെ, അത് അങ്ങനെ തോന്നാതിരിക്കാനായിരിക്കും ക്ലൈമാക്സിൽ നിങ്ങളിങ്ങനെ പോയത്. അതിലേക്ക് നമുക്ക് വരാം. പക്ഷെ എങ്കിൽ കൂടി ഇതിൽ വേറെ ആൾക്കാരും ഇത് അന്വേഷിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അവർക്ക് എന്തായിരുന്നു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളത് പറയുന്നുമില്ല. എന്ന് വെച്ചാൽ ഒന്നുമില്ല. ഇത് പറയാം വളരെ ലേസി ആയിട്ട്. നമ്മളിപ്പോൾ വീട്ടിൽ ഇരുന്ന് ഒരു ക്രൈം ത്രില്ലർ എഴുതാൻ തീരുമാനിച്ചാൽ നമ്മൾ എഴുതി തുടങ്ങിയ ഒരു റെഫറൻസും ഇല്ലാതെ എഴുതി എന്തായിരിക്കും? നമ്മൾ ഇത്രയും കാലം കണ്ടിട്ടുള്ള സിനിമകൾ അതെല്ലാം ബേസ് ചെയ്തുകൊണ്ടൊരു സ്ക്രിപ്റ്റ് നമ്മൾ എഴുതും. അത്രയേ ഉള്ളൂ. ഇത്രയും ലൂസ് എവിഡൻസ് ഇട്ടിട്ടുള്ള ഒരു മർഡർ കേസ്, അത് സൂയിസൈഡായിരുന്നു വാദിക്കുന്ന പോലീസുകാരെന്താ മണ്ടന്മാരോ? ഈ സിനിമ വരുന്ന കേരള പോലീസ് വെറും മണ്ടന്മാരാണെന്നോ നിങ്ങളുടെ വിചാരം? ഒക്കെ 2-3 ദിവസത്തിൽ തൂക്കുമെന്നേ. അത്ര എളുപ്പമുള്ള ഒരു കേസായിരുന്നു ഇത്. ഇതിൽ അർജുൻ അശോകനും സൈജു കുറുപ്പാണ് ഓപ്പോസിറ്റ് ക്ലാഷ് വരുന്നത്. സൈജു കുറുപ്പിൻ്റെ ക്യാരക്ടർ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ആടിനെ കാണിച്ചിട്ട് പട്ടിയാന്ന് പറഞ്ഞാൽ, അല്ലെ പട്ടിയെ കാണിച്ചിട്ട് ആടാന്ന് പറഞ്ഞാൽ പുള്ളി വിശ്വസിക്കും. അത്ര പാവമായ ലോല ഹൃദയനായിട്ടുള്ള, എന്നാൽ എല്ലാത്തിലും ഒന്നും പറയുന്നില്ലടേ, അങ്ങനെ ഒരു ക്യാരക്ടറാണ് സൈജു കുറുപ്പിന് കൊടുത്തേക്കുന്നത്. ഇതിൽ പോസിറ്റീവായിട്ട് ആകപ്പാടെ പറയാനായിട്ട് അഭിനയിച്ചേക്കുന്നതിൽ എടുത്തു പറയാനൊന്നുമില്ല. നായികയായിട്ട് അപർണദാസൊക്കെയാണ് വരുന്നത്. പുള്ളിക്കാരി എന്ന് പറയുമ്പോൾ ബ്യൂട്ടി ഉണ്ട്, ബ്രെയിൻ ഇല്ല എന്ന് പറയുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് തന്നേക്കുന്നത്. ക്യൂട്ട്നെസ് വിതറുക ആ ഒരു പരിപാടിയിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ സിദ്ദിഖുണ്ട്, പ്രത്യേകിച്ച് പറയാൻ ഒന്നുമില്ല. ധ്യാൻ ശ്രീനിവാസൻ വരുന്നുണ്ട്, അജു വർഗീസ് വരുന്നുണ്ട്, അങ്ങനെ കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇത്രയെങ്കിലും എനിക്ക് പെർഫോമൻസിൽ ഓക്കെ, എന്തോ വെറൈറ്റി പോലെ ചെയ്യുന്നു എന്നൊക്കെ തോന്നിയത് അജു വർഗീസിൻ്റെ ക്യാരക്ടർ കുറച്ച് നേരമേ ഉള്ളൂ, വളരെ കുറച്ച് സ്ക്രീൻ സ്പേസേ ഉള്ളൂ. പക്ഷേ പുള്ളി ആ ഒരു ക്യാരക്ടർ പിടിച്ചിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അസീസ് നെടുമങ്ങാടിൻ്റെ ഒരു ക്യാരക്ടർ വരും, പുള്ളിയും കുറച്ച് നേരമേ ഉള്ളൂ. പുള്ളിയും ക്യാരക്ടർ പിടിച്ചിട്ട് പുള്ളി ആകപ്പാടെ തിയേറ്ററിലൊന്ന് ചിരിച്ചത് പുള്ളി പറഞ്ഞൊരു കൗണ്ടറിന് മാത്രമാണ്. അല്ലാതെ എഴുതിയേക്കുന്ന കൗണ്ടറൊക്കെ കേട്ടാൽ ദൈവമേ സഹിക്കത്തില്ല. അങ്ങനെ എഴുതി വെച്ചേക്കുന്ന 1-2 കൗണ്ടേഴ്സ്, കോമഡിക്കുള്ള സ്പേസ് ഒന്നും ഇല്ല. അങ്ങനെ പോയേക്കുന്ന ഒരു പടമാണ്. ഈ പടം ഫസ്റ്റ് ഹാഫ് ഈ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്ന സമയത്ത് ഈ അർജുൻ അശോകൻ്റെ ക്യാരക്ടർ ഒരു സംഭവം പറയും, ഈ നമുക്കൊരു ഇന്നാക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ. അപ്പോൾ നമ്മളങ്ങ് ഇന്നാവും, കൊള്ളാം, എന്തോ പോകുന്നു എന്നൊക്കെ വിചാരിക്കും. പിന്നെ ഫസ്റ്റ് ഹാഫ് ഇൻവെസ്റ്റിഗേഷനും ഇല്ല, ഒന്നുമില്ല, അങ്ങനെ നിൽക്കുക. സെക്കൻഡ് ഹാഫ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ ഒന്നുമില്ല, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇവർ ഇത്ര കാലം നോക്കിയ കാര്യം ധ്യാൻ ശ്രീനിവാസൻ്റെ ക്യാരക്ടർ എന്തോ ഹാക്കറോ അങ്ങനെ എന്തോ ഒരു പരിപാടിയാണ്. അപ്പം പുള്ളി വീട്ടിൽ ഇരുന്നിട്ട് 1 മണിക്കൂറോട്ട് ഫുള്ള് സോൾവ് ചെയ്ത് കൈ കൊടുക്കും. അതിനുള്ളതേ ഉള്ളൂ ഇതിനകത്ത്. പിന്നിട്ട് വലിച്ചു നീട്ടും. അവസാനം എത്തി ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ സംശയങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ചിലപ്പം അങ്ങനെ അവരെ കൺവിൻസ് ചെയ്യണമല്ലോ, ആ രീതിയിൽ
കുറേ ട്വിസ്റ്റ് ഒന്ന് തീരുമ്പോൾ നമ്മൾ വിചാരിക്കും ആ പടം തീർന്ന് പോവാം, ഇല്ല ഉടനെ അടുത്തത്, അങ്ങനെ ഇട്ട് വലിച്ചു നീട്ടി അവസാനം ഒരു 3 ട്വിസ്റ്റ് എങ്ങാണ്ട് വരുന്നുണ്ട്. ഡയറക്ടർക്ക് എന്താണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതുപോലുള്ള ചോദ്യങ്ങൾ അവസാനം പുള്ളിയോടും ചോദിച്ച് കാണുമാരെങ്കിലും, അതുകൊണ്ടായിരിക്കും എഴുതി കയറ്റി അങ്ങ് ലിങ്ക് ചെയ്ത് കൊണ്ടുപോവുക. അവസാനം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓഡിയൻസ് എന്ന് പറയുന്നത് മണ്ടന്മാരല്ല. അവർ ഒരുപാട് സിനിമയോട് എക്സ്പോസ്ഡ് ആണ്, എസ്പെഷ്യലി ഈ ജോണറിലെ സിനിമയോട് ഒരുപാട് എക്സ്പോസ്ഡ് ആണ്. അത് പറയുമ്പോൾ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ഇറങ്ങിയ പടം ഉണ്ടല്ലോ, CID രാമചന്ദ്രൻ റിട്ടയർഡ് എസ് എന്ന് പറഞ്ഞാൽ ഷാജോൻ ചേട്ടൻ്റെ പടം, അടിപൊളി പടമാണ്. അതിനകത്ത് കാണിക്കുന്നുണ്ട് ഈ ഈഗോ ഒക്കെ വരുന്നത്, ഈ വേറൊരാൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് വരുന്ന ഈഗോ ഒക്കെ ഒറ്റ സീനിൽ കാണിക്കുന്നുണ്ട്, അത് മതി. ബാക്കി ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഇങ്ങനെ നായകൻ ഓരോന്ന് അഴിച്ചഴിച്ച് ചുരുളഴിച്ച് പോയി ലാസ്റ്റ് റിവീൽ ചെയ്യുന്നത്. ആ ഒരു പരിപാടി ഇവർ പിടിക്കാൻ നോക്കി. ഇവർക്ക് എന്തോ ചെയ്യണമെന്ന് അറിഞ്ഞോ, ഇവർക്ക് ഈഗോയിൽ ഫോക്കസ് ചെയ്യണോ, അതോ ഈ നായകനും അമ്മയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഫോക്കസ് ചെയ്യണോ, എന്തോ ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിപ്പോയി ഇതിൻ്റേത്. വേസ്റ്റാടേ, അത് പറഞ്ഞാൽ വെറും വേസ്റ്റാണ്. ഈ പടം കാണാൻ പോവല്ലെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. പ്രത്യേകിച്ച് ഈ ജോണർ ഇഷ്ടമുള്ളവർ പോയി കണ്ടാൽ ഒട്ടും പിടിക്കത്തില്ല. അതാണ് എനിക്ക് ഈ പടത്തിനെ പറ്റി പറയാനുള്ളത്.